അങ്ങനെ ഇന്ന് ഖലീഫ ഇപ്പം വന്നതേ ഉള്ളൂ. ആൻഡ് രാവിലത്തെ ഷോ മിസ്സായി. ആൻഡ് ആസ് എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണവും പനിയൊക്കെ ആയിരുന്നു, ഇണ്ണി ചോങ്ങാൻ വയ്യായിരുന്നു. സോ ബട്ട് ഇന്നത്തെ ദിവസം ഫസ്റ്റ് ഡേ മിസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ആൻഡ് അങ്ങനെ പോയി കണ്ടു വന്നതേ ഉള്ളൂ. ഒറ്റ വാക്കി പറയാനാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടു. ബട്ട് ദർ ആർ സം എക്സെപ്ഷൻസ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. ഒന്നാമത്തെ പോസിറ്റീവ് വേണ്ട, നമുക്ക് ഇതൊക്കെ കട്ട് ചെയ്തിട്ട് എനിക്ക് എന്തൊക്കെ ഇഷ്ടപ്പെട്ടതെന്നും ഇഷ്ടപ്പെടാത്തതെന്ന് ഡയറക്റ്റായിട്ട് ഷോർട്ടായിട്ട് പറയാം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ പടത്തിൽ രാജുവേട്ടൻ, പൃഥ്വിരാജ് പുള്ളിക്കാരനെ ഈ പടത്തിൽ എടുത്തു വെച്ചേക്കുന്നത്, ലൈക്ക് പുള്ളിക്കാരൻ്റെ സ്വാഗ് ഓർ ആൻഡ് പുള്ളിക്കാരനെ എടുത്ത് പട്ടിപ്പണി എടുത്തിട്ടുണ്ട്. ആൻഡ് പുള്ളിക്കാരൻ എല്ലാ പടത്തിലും ആ എഫേർട്ട് ഇടാറുണ്ട്. ബട്ട് ഇതിനകത്ത് അത് ഇരട്ടിയായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഇതിനകത്ത് പുള്ളിക്കാരൻ്റെ ബോഡി ആണെങ്കിലും ലൈക്ക് പുള്ളിക്കാരൻ്റെ ഫിസിക്കാണെങ്കിലും ലുക്കാണെങ്കിലും എല്ലാം അടിപൊളിയായിട്ടായിരുന്നു. പിന്നെ ഫൈറ്റ് സീൻസിലാണെങ്കിൽ ഭയങ്കര എജിലിറ്റി, ഭയങ്കര ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റ് ആണ് ഈ പടത്തിൽ, ഏകദേശം അല്ല ഫുൾ. ആൻഡ് അത് ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു. ആ ഒരു ഇടിക്ക് നമുക്ക് ആ ഫീല് കിട്ടുന്നുണ്ട്. ആൻഡ് പുള്ളിയാണ് എനിക്ക് ഇതിനകത്തെ ഫസ്റ്റ് മേജർ അട്രാക്ഷൻ എന്ന് തോന്നിയത്. പിന്നെ ഇഷ്ടപ്പെട്ടത് ഇതിനകത്ത് വൈശാഖിൻ്റെ മേക്കിംഗ് തന്നെയാണ്. മേക്കിംഗ് വൈശാഖ് എപ്പോഴും ഒരു ബിലോ ആവറേജ് സ്ക്രിപ്റ്റിനെ പോലും മേക്കിംഗ് വെച്ച് പുള്ളിക്കാരൻ അത്യാവശ്യം എൻഗേജിങ് ആയിട്ട് ചെയ്യാറുണ്ട്. അത് എനിക്ക് ടെർബോ അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതേപോലെയാണ് ഇതും. ആൻഡ് ഇതിനകത്ത് എനിക്കിഷ്ടപ്പെടാത്തത് മെയിൻലി അത് ഞാൻ പറയാം. ഇതാണ് എനിക്ക് ലൈക്ക് പുള്ളിക്കാരൻ്റെ മേക്കിംഗ്, വൈശാഖിൻ്റെ മേക്കിംഗ്, അതും ജോമിൻ്റെ ഫ്രെയിമിങ്ങും ചമൻ ചാക്കോൻ്റെ കട്ട്സും എല്ലാം എഡിറ്റിംഗ് വൈസും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ലാഗ് ഫീൽ ചെയ്ത് സത്യം പറഞ്ഞാൽ, ലൈക്ക് ഞാൻ ഫോൺ നോക്കിയില്ല, വാച്ച് നോക്കിയില്ല, ലൈക്ക് സമയം നോക്കിയില്ല. നമുക്ക് ബോറടിക്കുമ്പോൾ ഫോൺ എടുത്ത് നോക്കാമെന്ന് നോക്കി. പക്ഷേ എനിക്ക് ഈ പടത്തിൽ ഞാൻ അങ്ങനെ നോക്കിയൊരു സീൻ പോലും ഇല്ല. പിന്നെ ഉള്ളത് ലാലേട്ടൻ്റെ ക്യാമിയോ, അതെല്ലാവർക്കും അറിയാം. വേറൊരു സർപ്രൈസ് ക്യാമിയോ കൂടെ ഉണ്ട്, അതും നൈസായിരുന്നു. ബട്ട് അതിന് കണ്ടപ്പോൾ ഒരു ആനിമൽ പാർക്ക്, നമ്മുടെ ആനിമൽ സിനിമയ്ക്കകത്ത് രൺബീർ കപൂറിൻ്റെ ഒരു പരിപാടി പോലെ തോന്നി. ആൻഡ് ഇറ്റ് വാസ് നൈസ്. ബട്ട് എനിക്കിതിനകത്ത് ലാലേട്ടൻ്റെ ക്യാമിയോ ആണ് എനിക്ക് ഭയങ്കര ഹൈ കിട്ടിയത്. ഈ പടം എനിക്ക് ക്ലൈമാക്സ്, ഇപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഏത് പടമാണെങ്കിൽ പോലും ക്ലൈമാക്സ് മോശമാണെങ്കിൽ നമുക്ക് ആ പടത്തിനൊരു ഓക്കെ ഫീൽ ആയിരിക്കും. ഇത് ക്ലൈമാക്സിലെ ഫൈറ്റ് നൈസായിട്ട് വന്ന് കുറച്ചുകൂടി ഒരു ഹെവി പരിപാടി, ഈ ഒരു ക്യാമിയോ ഹൈ കിട്ടിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ലൈക്ക് പടം ഇഷ്ടപ്പെടുമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഒരു മറന്നു പോകുന്നൊരു ഫൊർഗറ്റബിൾ സ്റ്റഫായിട്ട് തോന്നി. പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഹെവിലി നല്ല ഭയങ്കര ഇമ്പാക്റ്റ്ഫുള്ളായിരുന്നു. ലാലേട്ടൻ്റെ ക്യാമിയോയിലും ഞാൻ പ്രതീക്ഷിച്ചത് സത്യം പറഞ്ഞാൽ കാരിസ്റ്റിനകത്തെ മധു സാറിൻ്റെ ലുക്കാണ്. കാരണം 80-85 വയസ്സ്, ഞാനാണെങ്കിൽ കഴിഞ്ഞ വർഷം തൊട്ട് ലാലേട്ടനാണെന്ന് അറിഞ്ഞപ്പം, ഇതിനകത്ത് ഗ്രാൻഡ് ഫാദറായിട്ട് ആണെന്നറിഞ്ഞപ്പം രാജുവേട്ടൻ്റെ പ്രായം ഒരു 44, അപ്പം ഉപ്പുപ്പായ്ക്ക് ഒരു 88, അപ്പം ഏത് ലുക്ക് വരും എന്നൊക്കെ പറഞ്ഞ് ഈ കാൽക്കുലേഷൻ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ കോമഡിത്തരൊന്നും നോക്കിയില്ല, വളരെ നീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നി. ആൻഡ് അതിന് സെക്കൻഡ് പാർട്ട് വേണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് എനിക്കത് സംശയമാണ്, അതിന് ഇനി എങ്ങനെ പ്രസൻറ്റ് ചെയ്യുമെന്നൊക്കെ ഉള്ളതിൽ. പിന്നെ എനിക്കിഷ്ടപ്പെട്ട ജേക്സ് ബിജോയുടെ ബീജിയം, മറ്റേ അമറല്ല സെറാലി, ആ ബീജിയം എല്ലായിടത്തും ഓവർ യൂസ് ചെയ്യുന്നോട്ട് തോന്നി. കുറച്ച് സ്ഥലത്ത് വെറുപ്പിലായിട്ട് തോന്നി. പക്ഷെ എനിക്ക് ഇൻ്റർവെല്ലൊക്കെ പ്ലേസ് ചെയ്ത് ആ ബീജിയം നല്ല രസമുണ്ട്. ആ ബീജിയം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ വർഷം പ്രമോ ഇറങ്ങിയപ്പോൾ തൊട്ടേ അത് ഭയങ്കര ലൂപ്പായിരുന്നു, ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ. ആൻഡ് ജേക്സ് ബിജോ ഓൾസോ ഡൺ ഗുഡ് ജോബ്. പിന്നെ ഉള്ളത് ഇന്നത്തെ വില്ലൻ, നമ്മുടെ കത്തിക്കകത്തെ വില്ലൻ നീൽ നിതിൻ മുകേഷ്. ആൻഡ് പുള്ളിക്കാരൻ ഇതിനകത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ കത്തിയിൽ അഭിനയിച്ചിട്ട് അതേ ലൈക്ക് പുള്ളിക്കാരൻ്റെ പ്രായമൊന്നും ആയിട്ടില്ലെന്ന് തോന്നുന്നു, അതേ ഫിസിക്ക് അതേ ലുക്ക് പോലെ എനിക്ക് ഇതിനകത്ത് തോന്നി. പ്രായമേ ആയിട്ടില്ലെന്ന് തോന്നുന്നു ആ കത്തിക്കകത്തെ വില്ലൻ, ലൈക്ക് നീൽ നിതിൻ മുകേഷ് ആൻഡ് ഇതിനകത്തെ വില്ലൻ. ആൻഡ് പുള്ളിക്കാരൻ ഇതിനകത്ത് അത്യാവശ്യം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. കാരണം ലിപ്സിംഗ് ഒക്കെ അത്യാവശ്യം കറക്റ്റായിട്ട് പുള്ളിക്കാരൻ പിടിച്ചിട്ടുണ്ട്. ആൻഡ് പുള്ളിക്കാരൻ ഡബ് ചെയ്ത ആ ഡബ്ബിങ് ആർട്ടിസ്റ്റും കൊള്ളായിരുന്നു. ആൻഡ് പിന്നെ അവരെല്ലാം നൈസായിരുന്നു. ലൈക്ക് നൈസെന്ന് പറഞ്ഞാൽ ആ റോള് എനിക്ക് മോശമാക്കിയിട്ടൊന്നുമില്ല. പിന്നെ എനിക്കിതിനകത്ത് തീരെ ഇഷ്ടപ്പെടാതെ പറഞ്ഞാൽ ഇതിൻ്റെ പ്രഡിക്റ്റബിലിറ്റി ഫാക്ടർ, ഇതിൻ്റെ റൈറ്റിംഗ് സൈഡ് വളരെ വീക്കാണ്. ഒരു എഫേർട്ട് ഇടാത്തോട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് രാജുവേട്ടൻ ഭയങ്കര എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ ബോഡി ഫിസിക്കെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയും ഫൈറ്റ്സിനും. പിന്നെ വൈശാഖാണെങ്കിലും മേക്കിങ്ങിൽ കഷ്ടപ്പെട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ റൈറ്റിംഗ് ഒരു പണ്ടത്തെ കാലത്ത് ഒരു ടിപ്പിക്കൽ ഈ സ്മഗ്ലർ പരിപാടി അത് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യായിരുന്നു. അതിനകത്ത് കുറച്ച് ടെക്നിക്സോ കാര്യങ്ങളൊക്കെ കാണിച്ച് ഇപ്പം അത് കുറച്ചുകൂടെ എൻഗേജിങ് ആക്കായിരുന്നു. ഇത് പെട്ടെന്നെല്ലാം സെറ്റ് ആവുന്നു എന്നുള്ള കോൺസെപ്റ്റ് അത് ഭയങ്കര ലേസി റൈറ്റിംഗ് ആയിട്ട് തോന്നി ഈ പടത്തിൽ എനിക്ക്. പക്ഷേ റൈറ്റിംഗ് വളരെ ലേസി ആയിട്ട് തോന്നി. ഇപ്പം രാജുവേട്ടൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസും പരിപാടിയൊന്നും ഇല്ല. പിന്നെ ലാലേട്ടൻ്റെ ആ ക്യാമിയോയും ഒരുമാതിരി കോമാളിത്തരം ആയിരുന്നെങ്കിൽ എനിക്ക് ഈ പടം ഒട്ടുമേ ഓർക്കാത്തില്ല. ടു ആൻ എക്സ്റ്റെൻറ്റ് ഇറ്റ് വർക്ക്ഡ്. കഥേനെക്കാട്ട് എനിക്കൊരു പൈസ വസൂൽ എൻ്റർടൈനർ, ലൈക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയ ഒരു ആക്ഷൻ പടം, ഒരു മാസ് പടം, വേറെ ഒന്നും ചിന്തിക്കാനില്ല, വെറുതെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു മാസ് പടമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഒരു വീടിനകത്തൊരു ഫൈറ്റ് സീനുണ്ട്, അതിനകത്ത് രാജുവേട്ടനല്ല വേറെ കുറച്ച് പേരാ. ആൻഡ് ഒരു ഗൂർഖ പരിപാടി, അത്
അടിപൊളിയായിരുന്നു. അത് കിടിലൻ ഫൈറ്റാണ്. ആക്ഷൻ ചെയ്തേക്കുന്നത് ജാനിക് ബെന്നും പിന്നെ ഫീനിക്സ് പ്രഭു ആണെന്ന് തോന്നുന്നു. ആൻഡ് ഇവർ രണ്ടുപേരാണ് ഫൈറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് നൈസ്. ലൈക്ക് ടെക്നിക്കൽ സൈഡിൽ ഒരു കുറ്റം എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ VFX വൈസ് എനിക്ക് ഒരു സ്ഥലത്ത് ഒരു ബ്രിഡ്ജ് ഫൈറ്റിൻ്റെ സീനിൽ ഈ റെയിൻ ഭയങ്കര CGI പോലെ തോന്നി. റെയിൻ CGI എഫക്ട്സ് പോലെ തോന്നി. അത് പിന്നെ ആ ഫൈറ്റ് സീനും അധികം കൂടുതൽ സ്ലോമോ പരിപാടി കുറച്ച് ഓവർ യൂസ് ആയിട്ട് തോന്നി. അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു ചെറിയ നെഗറ്റീവ്. എൻ്റെ മേജർ എനിക്ക് ഇഷ്ടപ്പെടാത്തത് എൻ്റെ സ്റ്റോറിയാണ്. വളരെ ഫ്ലാറ്റാണ്. ആകെ ആ ലാസ്റ്റിൽ ലാലേട്ടൻ്റെ ക്യാമിയോ ഇല്ലായിരുന്നെങ്കിൽ അതും കഴിഞ്ഞു പോയാൽ. പിന്നെ ഓവറോൾ എനിക്ക് പറയാനാണെങ്കിൽ എനിക്ക് ഈ പടം ഇഷ്ടപ്പെട്ടു. ബട്ട് ലൈക്ക് തിയേറ്ററിൽ പോയി വേറൊന്നും ചിന്തിക്കാതെ നൈസായിട്ട് കാണാൻ പറ്റിയൊരു ഫിലിം എന്നാണ് എനിക്ക് തോന്നിയത്. നാളെ ഇനി ബെത്ലഹേം കുടുംബ യൂണിറ്റ് വരുന്നുണ്ട് നിവിൻ ആൻഡ് അത് നൈസാവുന്നല്ല, അത് ഗ്രീഷേഡി പടം ഒരു ബ്രാൻഡാണ്. സോ വി ക്യാൻ സീ ഓൺ ദാറ്റ്. ബട്ട് എനിക്ക് ഈ പടത്തെ പറ്റി പറയുകയാണെങ്കിൽ ഫാമിലിയായിട്ട് ഒരു അടിപ്പടം, ഒരു അൺഅപ്പോളജിറ്റിക്കൽ എന്ന് നമ്മുടെ രാജേട്ടൻ ടേം ചെയ്യുന്നോട്ട് ഒരു മാസ് പടം കാണാൻ പോകാമെന്നുള്ളൊരു കോൺസെപ്റ്റേ ഉള്ളൂ. തിയേറ്ററിൽ കാണാൻ നല്ല രസമായിരുന്നു. എനിക്ക് അതിന് ലാഗൊന്നും ഫീൽ ഇല്ല. പിന്നെ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. എനിക്ക് ഈ പടം ഇഷ്ടപ്പെട്ടു. സോ ദാറ്റ്സ് മൈ റിവ്യൂ. ബൈ.